نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അഹ്മദുൽ ബദവിയുടെ മനോഹരമായ പള്ളിയാണ് നാം ഈ കാണുന്നത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അൽഹംദുലില്ലാ, അതിൻ്റെ കെട്ടിടത്തിൻ്റെ രൂപഭാവങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത്ര വിശാലമായി പള്ളിക്കകത്ത് അന്തി ഉറങ്ങുന്നത് തസവുഫിന്റെ മേഖലയിലെ തിളങ്ങുന്ന വെള്ളി നക്ഷത്രമായ ബഹുമാനനായ ഇമാം അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അള്ളാഹു തന്ന ഭൗതിക ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചിട്ട് ജീവിച്ച മഹാനാണ്. വളരെ വില കുറഞ്ഞ വസ്ത്രം ധരിച്ച് അതിലേറെ വില കുറഞ്ഞ ഭക്ഷണം കഴിച്ച് വനാന്തരത്തിന്റെ ഉള്ളറകളിലൂടെ വർഷങ്ങളോളം ജീവിച്ച മഹാനാണ് അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല. അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിനു വേണ്ടിയും തൃപ്തിക്കു വേണ്ടിയും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്നതിനു വേണ്ടി തസവുഫിന്റെ മേഖലയിൽ, തസവുഫ് എന്ന് പറഞ്ഞാൽ സുഹൃദിന്റെയും വിരക്തിയുടെയും തഖ്വയുടെയും ഭാഗമാണ്, അതിനുവേണ്ടി ജീവിച്ച മഹാനാണ് അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല. ഏറ്റവും വില കുറഞ്ഞ ആ വസ്ത്രം ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ തൗസൂഫിന്റെ മേഖലയിൽ അദ്ദേഹത്തെ ബദവി എന്ന പേരിൽ അറിയപ്പെട്ടു. ആ ബഹുമാനപ്പെട്ടവർ ആദ്യ കുറേ കാലം മക്കത്തായിരുന്നു. അവിടെ നിന്ന് ഇറാഖ് എന്ന് പറയുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് മഹാന്മാർ തിങ്ങിപ്പാർക്കുന്ന ഇറാഖിലേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം 40 വർഷത്തോളം ഇറാഖിൽ നിന്ന് ഈ ഈജിപ്തിലേക്ക് വന്നു. 40 വർഷം ബഹുമാനപ്പെട്ടവർ ഇവിടെയാണ് താമസിച്ചത്. അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് ദീനീ പഠന മേഖലകൾ തുറക്കപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിനോടൊപ്പമുള്ള ഒരുപാട് സൂഫിയാക്കൾ ഇതിന് ചുറ്റും അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും നിയ്യത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് നമ്മൾ ഫാത്തിഹ ദ്വാരക്കും. മഹാന്മാരുടെ ഹദറത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പുണ്യമുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ പാണക്കാട് സയ്യിദന്മാരെയും അഹ്ലു ബൈത്തിൽപ്പെട്ടവരെയും കാണുമ്പോൾ നാം ഓടിപ്പോയി അവരുടെ കൈമുത്താനും അവരോട് ദുആ വസിയത്ത് ചെയ്യാനും മനസ്സ് കാണിക്കുന്നത് അവർ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ് എന്നുള്ള ഏറ്റവും വലിയ പരിഗണന കൊണ്ടാണ്. എന്നാൽ ഈ കിടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങളും അഹ്ലു ബൈത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ടവരാണ് അൽഹംദുലില്ലാഹ് ഇവിടെയുള്ളത്. അദ്ദേഹത്തിന്റെ പരമ്പരയുടെ ഭാഗം നമ്മുടെ ഈ മഖ്ബറയുടെ ഈ മുഗൾ ഭാഗത്ത് അറബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് ബിൻ കഅബ് ബിൻ പിന്നെ എന്ന് എഴുതി വെച്ച് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവിയിലേക്ക് അദ്ദേഹത്തിന്റെ പാരമ്പര്യം എത്തുകയാണ്. മാത്രമല്ല, ഈ മഖാമിന്റെ അകത്ത് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ മുഗൾ ഭാഗത്ത് വിരിച്ചിരിക്കുന്ന വിരിപ്പിന്റെ ഒരു ഭാഗം അൽഹംദുലില്ലാഹ് ഈ അഹ്മദുൽ ബദവി തങ്ങളുടെ മഖാമിന്റെ മുഗൾ ഭാഗത്ത് വിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തൂടെ കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപ്പാദം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗം ഇതിനകത്ത് തന്നെ കണ്ണാടിക്കൂടിനകത്ത് അൽഹംദുലില്ലാഹ് പിന്നെ വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് ആധാറുകളുള്ള, ഒരുപാട് പുണ്യങ്ങളുള്ള പള്ളിയിൽ അതിലേറെ പുണ്യങ്ങളുള്ള ഒരു മഹാനുഭാവന്റെ ഹദറത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഈ പള്ളിക്കകത്ത് നിന്നാണ് ഇന്ന് നമ്മൾ ദുഹാ നിസ്കരിച്ചത്. അള്ളാഹു ആ ദുഹാ സ്വീകരിക്കുകയും നാളെ സ്വർഗത്തിൽ ബാബുൽ ദുഹാ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. കൃത്യമായി ദുഹാ നിസ്കരിക്കുന്നവർക്ക് ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കും. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. الله احد الله الصمد لم يلد ولم يكن له كفوا احد. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം പതിഞ്ഞ കല്ലാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد
محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين اللهم اجعلنا من الذاكرين واحينا من الذاكرين واحشرنا في زمرة الذاكرين اللهم ربنا تقبل منا ما كان صالحا واصلح لنا ما كان فاسدا റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജസയ്യിദായ തമ്പുരാനെ അല്ലാഹുവേ പരിശുദ്ധ ശഅബാൻ മാസത്തിന്റെ വിട പറയുന്ന നിമിഷങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത് റഹ്മാനെ പടച്ചവനെ ഇസ്ലാമിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്തായ പള്ളിയിലാണ് ഞങ്ങൾ ഉള്ളത് റഹ്മാനെ അദ്ദേഹവും തന്റെ സഹോദരങ്ങളായ സൂഫിയാക്കളും കിടന്നുറങ്ങുന്ന പുണ്യ സ്ഥലത്താണ് ഞങ്ങൾ ഉള്ളത് റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളുള്ള സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ സിയാറത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് ചെയ്തു പോയ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സ് നീ ശുദ്ധീകരിക്കണേ അല്ലാഹുവാനായ പടച്ചവനെ നിന്റെ സ്വർഗത്തിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ അമലുകളും ഞങ്ങൾക്ക് നീ സമ്മാനമായി നൽകണം തമ്പുരാനേ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സിയാറത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആത്മീയമായ വിശുദ്ധി നൽകണം റഹ്മാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും കറുത്ത പുള്ളികൾ ഞങ്ങളുടെ കൽബി വീണിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഇത്തരം സിയാറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അത് മായ്ച്ചു കളയണേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ പാപമുക്തമായ ജീവിതത്തിന്റെ തിളക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് ജിഹാദ് നടത്തിയ മഹാന്മാരാണ് ഈ കിടക്കുന്നൊരു തമ്പുരാനെ അല്ലാഹുവേ തസൗഫിന്റെ മേഖലയിലേക്ക് യാത്ര ചെയ്തു പോയവരാണ് റഹ്മാനെ തന്റെ ജീവിതകാലം മുഴുവനും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിന്റെ നാട്ടിൽ നിന്ന് വന്നവരാണ് തമ്പുരാനെ അല്ലാഹുവേ അറിവിന്റെ അക്ഷയക്കനി കൊണ്ട് കേരളത്തെ അത്ഭുതപ്പെടുത്തിയ മഹാനായ ശംസുൽ ഉലമയുടെ മണ്ണിൽ നിന്ന് വന്നവരാണ് തമ്പുരാനെ അല്ലാഹുവേ അതുകൊണ്ട് ഈ മഹാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഈ മഹാന്റെ ഗുരുത്വം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ പടച്ചവനെ നിന്റെ ഇഷ്ടപ്പെടുന്ന ആരിഫീങ്ങളുടെ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ നിന്റെ ഔലിയാക്കൾ എത്ര കഷ്ടപ്പെടുന്നവരാണ് തമ്പുരാനെ നിന്റെ പൊരുത്തം നേടാൻ എത്ര ത്യാഗം ചെയ്യുന്നവരാണ് റബ്ബേ അവരെ മുമ്പ് വന്ന് നിൽക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ് റഹ്മാനെ അല്ലാഹുവേ ഈജിപ്തിന്റെ ദീനീ ദഅവത്തിന്റെ മേഖലയിൽ നിസ്വാർത്ഥമായ സേവനം നയിച്ച 40 വർഷത്തോളം ഈ പരിശുദ്ധമായ മണ്ണിന്റെ മലരായി മധുവായി മാണിക്യമായി ജീവിച്ച അഹ്മദുൽ ബദവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലാണ് പാപഭംഗിലമായ ഹൃദയങ്ങളുമായി ഞങ്ങൾ വന്ന് നിൽക്കുന്നത് തമ്പുരാൻ അല്ലാഹുവേ ഞങ്ങളുടെ പാപം പൊറുക്കാതെ മരിപ്പിക്കല്ല അല്ലാഹ് പടച്ചവനെ നിന്റെ പൊരുത്തം ലഭിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ് ഒരു യോഗ്യതയുമില്ലാത്തവരാണ് തമ്പുരാനെ ഞങ്ങൾ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ദോഷം ചെയ്തവരാണ് ഞങ്ങൾ തമ്പുരാനെ ഏറ്റവും ഭാഗ്യം കെട്ടവരാണ് ഞങ്ങൾ റഹ്മാനെ ഏറ്റവും എളിയ അടിമകളാണ് റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ അവരെന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ വസിയത്ത് ചെയ്തത് നീ നടത്തി കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളോടൊപ്പമുള്ള മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് നാഫിയായ ഇൽമു കൊടുക്കണം തമ്പുരാനെ അല്ലാഹുവേ ശാരീരികമായി വല്ല അസ്വാസ്ഥ്യങ്ങളും അവർക്ക് വരുന്നെങ്കിൽ ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് മാറ്റണേ റഹ്മാനെ അല്ലാഹുവേ ഒരു പ്രയാസവും നീ അവർക്കും ഞങ്ങൾക്കും വരുത്തല്ല ഇതുവരെ ഞങ്ങളുടെ യാത്രയ്ക്ക് അല്ലാഹുവേ ഒരു അനർത്ഥവും ഉണ്ടായിട്ടില്ല തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ ഇനി അങ്ങോട്ടും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് ഖുർആന്റെ കറാമത്ത് കൊണ്ട് സഹായിക്കണേ അല്ലാഹ് ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് സഹായിക്കണേ അല്ലാഹ് പടച്ചവനെ
സാധുക്കളായ ഞങ്ങളെ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിക്കണേ റഹ്മാനേ. മുറുതയിൽ കരഞ്ഞു ദുആരക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. പ്രവാസികളായ സഹോദരങ്ങൾ ഒരുപാട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾക്ക്, അവരുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളോടൊപ്പം വന്ന അല്ലാഹുവേ സ്ത്രീ പുരുഷ സമ്മിശ്രമായ ഈ വാഹന സംഘത്തെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് യാത്രാ സംഘം കടന്നുപോയ വഴിത്താരയാണ് റഹ്മാനെ. ആ യാത്രാ സംഘത്തിന്റെ കൂടെ നീ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണേ അല്ലാഹുവേ. നിയമക്കുരുക്കുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന കച്ചവടക്കാരുണ്ടെങ്കിൽ, ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് ഈ മഹാന്റെ കറാമത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ. ബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الانبياء والمرسلين الحمد لله رب العالمين. السلام عليكم. السلام عليكم يا ولي الله. يا ولي الله. السلام عليكم. السلام عليكم. يا عارف الله. يا عارف الله. السلام عليكم. السلام عليكم. يا أحمد البدوي. يا أحمد البدوي رضي الله عنه. رضي الله عنه. الله. कौन आ रहे हो? കാണുന്നതാണ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു അവരുടെ മക്കാം. ഇതിൻ്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന പട്ട് റൗള ഷരീഫിന് മുകളിൽ വിരിച്ചിരുന്ന പട്ടാണ്. അതുപോലെ തന്നെ വലതു ഭാഗത്ത് കാണുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദം പതിഞ്ഞ കല്ല്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കമലാ സുരയ്യ ബുക്ക് സ്റ്റാളിൻ്റെ പ്രവർത്തകൻ അബ്ദുള്ള അബ്ദുറഹ്മാൻ. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.